കേരളത്തിന് തിരിച്ചടിയായി കേന്ദ്ര സർക്കാരിന്റെ കടുംവെട്ട്. ഈ വർഷം കടമെടുക്കാവുന്ന തുകയിൽ നിന്ന് 3300 കോടി രൂപയാണ് വെട്ടിക്കുറച്ചത്. റിഡംഷൻ ഫണ്ട് കേരളം രൂപീകരിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. 600 കോടിയുടെ റിഡംഷൻ ഫണ്ട് കണ്ടെത്തലാവും സംസ്ഥാനത്തിന് മുന്നിലുള്ള വെല്ലുവിളി. റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് റഹീസ് റഷീദ്. എങ്ങനെയുണ്ട് രാവിലെ? പ്രഭാതമൊക്കെ ഉഷാറല്ലേ? ഗുഡ് മോർണിംഗ് സുജയ. നല്ല ഉഷാറാണ്. കാരണം വെളുപ്പിന് 2 മണി മുതൽ ഏതാണ്ട് 5:45 വരെ തിരുവനന്തപുരത്ത് അതിശക്തമായ മഴയായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങി എഴുന്നേക്കാൻ പറ്റി. അതുകൊണ്ട് നല്ല ഉഷാറാണ്. അല്ല, ഈ സമയം പറഞ്ഞപ്പോൾ വെളുപ്പിന് 2 മണി തൊട്ട് 5:45 വരെ ഇതൊക്കെ കൃത്യമായിട്ട് പറയുമ്പോഴേക്കും ഉറങ്ങാൻ കിടന്നത് 2 മണിക്കാണ്, എഴുന്നേറ്റപ്പോഴും മഴയുണ്ടായിരുന്നു. അതാണോ സത്യം? അത് തന്നെയാണ്. എഴുന്നേറ്റ് ഏതാണ്ട് 5 മണിക്ക് എഴുന്നേറ്റു. അപ്പം 5 മണിക്ക് എഴുന്നേറ്റ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഓണാണല്ലോ. 5:45 ആയപ്പം മഴ ഏതാണ്ട് കുറഞ്ഞു. ഓക്കെ. ഇന്നലെ ഇവിടെ അതെ, കൊച്ചിയിൽ നല്ല മഴയായിരുന്നു. അപ്പോൾ ആ മഴയുടെ ഒരു പ്രസരിപ്പൊക്കെ നമ്മുടെ പ്രഭാതങ്ങൾക്കുണ്ടാവും. പക്ഷേ നമ്മുടെ കാശിന്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നമാണല്ലോ. ഈ പരിധി വെട്ടിക്കുറച്ചു. ഡിസംബർ വരെ ആകെ പറഞ്ഞ തുകയിൽ നിന്നാണ് ഈ 3300 കോടി വെട്ടിക്കുറച്ചിരിക്കുന്നത്. എന്താണ് അതിന് കേന്ദ്രം പറയുന്ന കാരണം റഹീസ്? സുജയ, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ അവസാന വർഷം കൂടിയാണ്. കൂടുതൽ പദ്ധതികൾ ജനങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് കൂടുതൽ പണവും ആവശ്യമായിരുന്നു. കഴിഞ്ഞ ഈ ഡിസംബർ വരെ സംസ്ഥാന സർക്കാരിന് 29,529 കോടി രൂപയുടെ കടമെടുക്കാമെന്നായിരുന്നു കേന്ദ്രം പറഞ്ഞത്. കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ 8,000 കോടി രൂപയുടെ അധികമായി കടമെടുക്കാനുള്ള ഒരു ആനുകൂല്യമായിരുന്നു കേന്ദ്രം നൽകിയിരുന്നത്. കഴിഞ്ഞ വർഷം 21,252 കോടി മാത്രമായിരുന്നു. അങ്ങനെ ഒരു സന്തോഷത്തിൽ സംസ്ഥാന സർക്കാർ നിൽക്കുമ്പോഴാണ് 3,300 കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചത്. അതിന് കേന്ദ്രം പറയുന്ന കാരണം റിഡംഷൻ ഫണ്ട് രൂപീകരിച്ചില്ല കേരളം. അതായത് സർക്കാരിന് പുറമെ വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ വായ്പ എടുക്കുമ്പോൾ അതിന് ഗ്യാരണ്ടി നിൽക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ആ ഗ്യാരണ്ടി നിൽക്കുന്നത് റിഡംഷൻ ഫണ്ടിൻ്റെ പുറത്താണ് സർക്കാർ ഗ്യാരണ്ടി നിൽക്കുക. അങ്ങനെ ഒരു റിഡംഷൻ ഫണ്ട് സർക്കാർ രൂപീകരിച്ചില്ല. അതുകൊണ്ട് 3,300 കോടി രൂപ നൽകാൻ കഴിയില്ല, കടമെടുക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് കേന്ദ്രം എടുത്തത്. കേരളത്തിന് മുമ്പിൽ 2 വഴികളാണുള്ളത്. ഒന്ന്, നിയമപരമായ നടപടികൾ സ്വീകരിക്കാം. സ്വാഭാവികമായും ആ നടപടികൾ നീണ്ടുപോകും. ഒരുപക്ഷെ ഈ സർക്കാരിൻ്റെ കാലാവധി തീരുന്നത് വരെയൊക്കെ നടപടിക്രമങ്ങൾ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, 600 കോടിയുടെ റിഡംഷൻ ഫണ്ട് കണ്ടെത്തിയാൽ 3,300 കോടി കേരളത്തിന് കിട്ടും. സ്വാഭാവികമായും 600 കോടി കണ്ടെത്തുക എന്നതായിരിക്കും കേരളത്തിൻ്റെ മുമ്പിലുള്ള വഴി, ആദ്യ ഓപ്ഷൻ എന്ന് തോന്നുന്നു. നമ്മൾ ഉദ്യോഗസ്ഥരൊക്കെ എഴുന്നേറ്റ് വരുന്നതേ മാത്രമേ ഉള്ളൂ. 1-2 ഉദ്യോഗസ്ഥരെ വിളിച്ചപ്പോൾ കിട്ടിയ ഒരു വിവരമനുസരിച്ചാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അതനുസരിച്ച് 600 കോടി കണ്ടെത്തുകയായിരിക്കും കേരളത്തിന് മുമ്പിലുള്ള ആദ്യ ഓപ്ഷൻ എന്ന് തോന്നുന്നു സുജയ. ഓക്കെ, അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് മന്ത്രിമാരോടക്കം ചോദിക്കാം. അപ്പോൾ ഈ റിഡംഷൻ ഫണ്ട് അത് കേരളത്തിനൊരു തിരിച്ചടിയായി മാറുകയാണ്. അതിന്റെ വിവരങ്ങളാണ് റഹീസ് റഷീദ് പങ്കുവച്ചത്. ഇപ്പോൾ സമയം